മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് അങ്ങനെ യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മുൻപേ സ്ഥാനാർത്ഥികളുമായി BJP റോഡ് ഷോ നടത്തി. റോഡ് ഷോ നടത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും ബൈപ്പാസിൽ സംസ്ഥാനത്തിന്റെ പങ്ക് എന്താണെന്ന് ജനങ്ങൾക്കറിയാമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. അതേസമയം ഉദ്ഘാടനത്തിന് മുൻപേ ടോൾ പിരിവ് തുടങ്ങിയതിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. പിതൃത്വത്തെ ചൊല്ലി പൊളിറ്റിക്കലി ചില ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുമ്പോഴാണ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിനെ കുറിച്ചും സമാന ചർച്ച ഉയരുന്നത്. കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ആരാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത്? ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് തന്നെ ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ അത്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ബൈപ്പാസിൽ രാഷ്ട്രീയ പോരാണ് നടക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ BJP അവരുടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ എല്ലായിടങ്ങളിലും പതിപ്പിച്ചു. ഒപ്പം തന്നെ റോഡ് ഷോ നടത്താനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തി. NDAയുടെ വടകര മണ്ഡലത്തിലെയും കണ്ണൂർ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോ നടത്തുന്നത്. CPM വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MV ജയരാജൻ റോഡ് ഷോ നടത്താനാണ് തീരുമാനിച്ചത്. ഒപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AM ഷംസീറും ഡബിൾ ഡെക്കർ ബസ്സിലൂടെയാണ് ഉദ്ഘാടനത്തിനന്ന് യാത്ര ചെയ്ത് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത്. നാടിന് ഗുണമാണെന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും വലിയ റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ജനങ്ങൾക്കറിയാം. അത് പുള്ളിമാന്റെ പുള്ളി തേച്ചു മാറ്റി കളഞ്ഞാലും പോകില്ല എന്നുള്ളതുപോലെ ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എത്ര തേച്ച് മാറ്റി കളയാൻ നോക്കിയാലും അത് മായില്ല. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് രാവിലെ 8 മണിയോടുകൂടി ഈ ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിച്ചു എന്നതാണ്. ശക്തമായ വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഉദ്ഘാടനത്തിന് മുന്നേ തുടങ്ങിയത് വളരെ സങ്കടകരമാണ്. എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണെങ്കിലും വളരെ സന്തോഷമാണ്. ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, 11:30 മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ അതെ അറിയാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു 11:30 ശേഷം തുടങ്ങുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഏതായാലും ചർച്ചകൾ അങ്ങനെ പലതും നടക്കുമ്പോഴും ബൈപ്പാസ് യാഥാർത്ഥ്യമായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. 18.6 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. അങ്ങനെ പിതൃത്വം, അതിന്റെ ക്രെഡിറ്റ് പാലത്തിന്റെ ആർക്ക് എന്ന വടംവലി കൂടിയാണ് ഈ ദിവസം, ഈ ഉദ്ഘാടന ദിവസം നമ്മൾ കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അതേസമയം ആ സമയം തന്നെയാണ് പാലത്തിലൂടെ ഡബിൾ ഡെക്കർ ബസ്സിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയും സ്പീക്കറും അവിടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. പ്രിന്റു മഹാദേവ് BJP നേതാവ്, ഒപ്പം M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ പ്രിന്റു മഹാദേവ്, നമുക്കറിയാം പല ഈ പദ്ധതികൾ ഉണ്ടാകുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അതേ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര ഗതാഗത വകുപ്പിൻ്റെയൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയൊക്കെ തന്നെ കൃത്യമായ ഇടപെടലുമൊക്കെ ഇന്നിപ്പോൾ കാണുന്നത്. പക്ഷേ ഒരു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ടാണോ BJP അവിടെ ഒരു ഈ യാത്ര, വോട്ട് യാത്ര നടത്തിയത്? അതിലൂടെ നൽകുന്ന സന്ദേശം എന്തായിരുന്നു? ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ഒരു ചോദ്യം, ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചർച്ചയ്ക്ക് കൂടി തുടക്കമിട്ടത് എന്തുകൊണ്ടാണ്? അല്ല സാർ, ഇതിനകത്ത് ആർക്കാണ് ക്രെഡിറ്റ് എന്ന കാര്യം പോലും ചർച്ച ചെയ്യേണ്ടതില്ല, ഒരു സംശയമില്ല. ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വികസനത്തിൽ നാഷണൽ ഹൈവേകൾ അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ കുതിച്ചുയർപ്പിന് പ്രധാനപ്പെട്ട ഘടകമായി വർത്തിക്കാൻ പോകുന്ന നമ്മുടെ റോഡുകളും റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങളാണ്. സ്വാഭാവികമായി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്ന റോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2014 കണക്ക് പ്രകാരം 97,830 കിലോമീറ്റർ ആയിരുന്നു. എന്ന് 2024 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഹൈവേകളുടെ 1,45,155 കിലോമീറ്ററാണ് നാഷണൽ ഹൈവേ വികസനം ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 4.5 പതിറ്റാണ്ട് കാലമായി ഈ ഉത്തര മലബാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഒന്ന് ഗതാഗത കുരുക്ക്, ഒന്ന് വികസന മുരടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ
ഈ വടകര മുതൽ മാഹി, തലശ്ശേരി അടക്കമുള്ള മേഖലകൾ നമുക്കവിടെ യാത്ര ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശവും ദുഷ്കരമായിട്ടുള്ള റോഡുകളുമാണ്. സത്യത്തിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിൻ്റെ ശാപമോക്ഷമാണ് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. കാരണം 2018 പണി ആരംഭിച്ചു, 2024 അതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നു. 1300 കോടി ചെലവിട്ടുകൊണ്ട് നമുക്കറിയാം ഓരോ ദിവസത്തിലും അവിടെ പണിതിട്ടുള്ളത് 18 കിലോമീറ്ററിൽ കൂടുതലാണ് ഓരോ ദിവസത്തെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് 2021 തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് കോവിഡ് പോലെയുള്ള പ്രതിസന്ധി കാരണമാണ് ഇത് 2024 എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമായിട്ടാണ് ഈ മാഹി ബൈപ്പാസിനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ ഒരു ഇന്ത്യയുടെ നാഡീവ്യൂഹമാണ്, ഞരമ്പാണ്. ആ ഞരമ്പ് പോലെയാണ്. കാരണം ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ വലിയ വലിയ പദ്ധതികൾ, പ്രോജക്റ്റൊക്കെ തന്നെ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതൊക്കെ ഒരു അപ്പാടെ ഒരു ഹൈജാക്ക് ചെയ്ത് സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇതിനു വേണ്ടി 2016 ഈ അധികാരമേറ്റ ഉടൻ തന്നെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും മറ്റു നൂലാമാലകൾ, ഈ സ്ഥലമെടുപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കേരളത്തിൻ്റെ നൂലാമാലകൾ, അതിലൊക്കെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഇടപെട്ട് പോയതൊക്കെ അപ്പാടെ വിസ്മരിച്ച് അത് അപ്പാടെ പറിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ? അത് രാഷ്ട്രീയമായി എത്രത്തോളം അതിൻ്റെ ഒരു നൈതികത സംബന്ധിച്ച് നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അല്ല, അങ്ങനെ അതിനെ കാണാൻ സാധിക്കില്ല സാർ. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഒരു ദേശീയപാതയുടെ വികസനം കീറാമുട്ടിയായി നിൽക്കുന്ന സാഹചര്യം. 4.5 പതിറ്റാണ്ട് പ്രശ്നമുള്ള സമയത്ത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാ സമയത്തും നോക്കൂ, ഈ നാഷണൽ ഹൈവേകൾ അല്ലെങ്കിൽ വികസനം വരുന്ന സമയത്ത് ഈ ഭരണകൂടവും നമ്മുടെ മുഹമ്മദ് റിയാസ് പത്രത്തിൽ ഒരു എട്ടുകാലി മാമൂഞ്ചിന്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം എല്ലാ സമയത്തും പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിനല്ല എന്ന രീതിയിൽ അദ്ദേഹം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടേതാണല്ലോ, ജനങ്ങൾക്ക് സമർപ്പിച്ചതാണല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് അവിടെ ആ വികസനത്തെ ജനങ്ങളുടെ മുമ്പിൽ അടയാളപ്പെടുത്താൻ, അത് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ യാത്ര നടത്തിയിട്ട്. നമുക്ക് നോക്കൂ, ഇപ്പോഴും നമുക്ക് ജനകീയമായ ഉദ്ഘാടനങ്ങളാണ് പൊതുവെ ഇന്ന് അടിസ്ഥാനപരമായി നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തൃശ്ശൂരിൽ നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള കുതിരാൻ തുരങ്കം. ഇപ്പോൾ കുതിരാൻ തുരങ്കം അടക്കം ഇത്തരത്തിലുള്ള മുതലെടുപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം ജനകീയമായിട്ടുള്ള ആരുടെയും മുതലെടുപ്പ് ഒന്നുമല്ല. ഇതൊരു സംശയം വേണ്ട, ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുതിരാൻ തുരങ്കമടക്കം ജനകീയമായിട്ടുള്ള ഉദ്ഘാടനങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഇവിടെ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് സത്യത്തിൽ ഒരേ സമയം നരേന്ദ്രമോദി സർക്കാരിനെ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറയുകയും നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ആ ക്രെഡിറ്റ് ഞങ്ങൾക്കും, കുറ്റം മുഴുവൻ നരേന്ദ്രമോദിക്കാണ് എന്ന് പറഞ്ഞു വരുത്തുന്നതിനെ പ്രതിരോധിക്കാനാണ് ഒരു പക്ഷേ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു യാത്ര എന്ന രീതിയിൽ അവിടെ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ M. ജയചന്ദ്രൻ, ഇതാണ് BJPയുടെ പ്രതികരണം വരുന്നത്. കാരണം മുൻകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഉദ്ഘാടനത്തിന് മുൻപേ അവർ അവിടെ വോട്ട് യാത്ര സംഘടിപ്പിച്ചത് മുൻപുണ്ടായിട്ടുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട്. കാരണം ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഈ 25% സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നതിന് മുൻപ് ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തി അതിൻ്റെ മറ്റ് ദുർഘട പ്രതിസന്ധികളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രത്യേകം താല്പര്യവും കാണിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് അവർ പൂർണ്ണമായും അവകാശപ്പെടുന്നു. അതൊരു പൊളിറ്റിക്കൽ, ഈ സമയത്ത് ഒരു രാഷ്ട്രീയമായിട്ട് ഉള്ള ഗുണങ്ങൾ കാക്ഷിക്കപ്പെടാവുന്ന ഒരു സമയത്ത് അത് ഉപയോഗിക്കുന്നു എന്നാണ് മറുപടി. പുള്ളി തേച്ച് മാച്ച് കളയാനാകില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിൻ്റെ അർത്ഥം കൂടി ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ ശ്രീ ജയചന്ദ്രൻ. പ്രജീഷേ, ഈ ബൈപ്പാസിന്റെ പദ്ധതി വാസ്തവത്തിൽ തുടങ്ങുന്നത് 1989 ശ്രീ E. K. നായനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 35 വർഷം വേണ്ടി വന്നു ഇത് യാഥാർത്ഥ്യമാവാൻ. പിന്നെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന്റെ സർക്കാരുകൾ മാറി മാറി ഭരിച്ചെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. പ്രിന്റു ശരിയായി നിരീക്ഷിച്ചതുപോലെ തന്നെ അത് BJPയുടെ സർക്കാർ വേണ്ടി വന്നു, മോദി സർക്കാർ വേണ്ടി വന്നു അത് യാഥാർത്ഥ്യമാക്കാൻ. ശരിയാണ്. അതിനകത്ത് അത് പിന്നെ അന്ന് തുടങ്ങുമ്പോഴും ഇപ്പൊ തീരുമ്പോഴും അത് കേന്ദ്ര പദ്ധതി തന്നെയാണ്. പക്ഷേ നിഷേധിക്കാനാവാത്ത മറ്റു ചില കാര്യങ്ങളുള്ള എന്താണെന്ന് അറിയാമോ? അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇപ്പോ ശ്രീ K. സുരേന്ദ്രന്റെ ഒരു മുൻകാല പ്രസ്താവനയുണ്ട്. K. സുരേന്ദ്രൻ പറയുകയാണ് ഗെയിൽ പൈപ്പ് ലൈനും
പിന്നെ ദേശീയപാത വികസനവും യാഥാർത്ഥ്യമാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണെന്ന് ഞാൻ അംഗീകരിക്കാം എന്ന് ഈ കേരളത്തിനോടാണ് പറഞ്ഞത്, അല്ലേ? എല്ലാവരും കേട്ടതും പിന്നീട് ചർച്ച ചെയ്തതുമാണല്ലോ അക്കാര്യം. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇപ്പൊ ദേശീയപാത വികസനം പല ഘട്ടങ്ങളിലായി പലയിടത്തായി യാഥാർത്ഥ്യമാവുന്നു. അതൊന്ന്. രണ്ട്, നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ എന്താണ്? കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ വന്നിട്ടല്ലേ പറഞ്ഞത്? പിണറായി വിജയൻ ഇവിടെ ഭരണാധികാരി ആയതുകൊണ്ട് മാത്രമാണ് ഈ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുന്നത് എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഞാനിവിടെ ജനങ്ങളോട് തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞത് നിതിൻ ഗഡ്കരി അല്ലേ? അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു ഇടപെടലും സംഭാവനയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് വാശി പിടിക്കുന്നത് ആരാണ്? ഇവിടെ ഈ ചർച്ചയിൽ പ്രിന്റും പുറത്ത് BJP സംസ്ഥാന പ്രസിഡന്റുമാണ്. അതാണ് തർക്കം. അല്ലാതെ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയുടെ അവകാശം വേണമെന്നോ 20% പദ്ധതിക്ക് പണം മുടക്കിയ സംസ്ഥാന സർക്കാരാണെന്നോ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഒരാളും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ ഞാനും പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ തന്നെയാണ് ഈ പദ്ധതി പൂർണ്ണമായിട്ടും പണം മുടക്കിയത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അത് നിഷേധിച്ചുകൊണ്ട് ആർക്കും പോകാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം നേരത്തെ പ്രിന്റ് പറഞ്ഞാലും മുൻകാല ചില അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ദേശീയപാത വികസനം അതിന്റെ പണിയൊക്കെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഫ്ലെക്സ് ഉയരുന്നു, സംസ്ഥാനത്തിന്റെ ഫ്ലെക്സ് ഉയരുന്നു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ BJPക്ക് ഒരു പങ്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ ചിത്രീകരിക്കുന്നു, വക്രീകരിക്കുന്നു. അപ്പോൾ അവർക്കൊരു പൊളിറ്റിക്കലി അതിൻ്റെ ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരം മോഡിയുടെ ഗ്യാരണ്ടി എന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റിയൊരു സമയമാണ്. അതിനെ ആ രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അത് അങ്ങനെ കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് തിരിച്ച് വീണ്ടും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ലല്ലോ പ്രതീഷ്. കാരണം ഇപ്പൊ ഈ പദ്ധതി ഇങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ശ്രീ കെ സുരേന്ദ്രൻ തന്നെ മുൻകാലത്ത് അദ്ദേഹം കേരളത്തിനോട് പറഞ്ഞതാണല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം ഇത് യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണെന്ന് ഞാൻ പരസ്യമായി അംഗീകരിക്കും. അത് അംഗീകരിക്കൂന്നേ. അതിനെന്തിനാണ് വൈമനസ്യം? സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിയും ഒരു പ്രതിനിധിയും വക്താക്കളും ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ അകത്ത് 25% സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല, നാളെയും പറയാൻ വരില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാചകം, ഗഡ്കരി പറഞ്ഞ വാചകം, സുരേന്ദ്രൻ നേരത്തെ അക്നോളജ് ചെയ്യാമെന്ന് പറഞ്ഞത്, ഇതൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായി, ആ ഇച്ഛാശക്തി ഉണ്ടായി, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിക്ക് ഫലമുണ്ടായി. ഇന്നത് തുറക്കുകയാണ്. പിന്നെ രാവിലെ 8 മണി മുതൽ ടോൾ പിരിക്കാൻ ആരംഭിച്ചു. അത് മര്യാദയാണോ? അത് ഇപ്പോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ ഓൺലൈനായിട്ട്. ആ പദ്ധതിക്ക് രാവിലെ മുതൽ തന്നെ ടോൾ പിരിക്കാൻ ആരംഭിക്കുന്നു. ഒന്ന്, ഈ സംസ്ഥാന സർക്കാരിന്റെ 25% വിഹിതം അടക്കം 6000 കോടി രൂപ മുടക്കിയിട്ടുണ്ടല്ലോ, 6000 കോടിക്ക് അടുത്ത് മുടക്കിയിട്ടുണ്ടല്ലോ. 1 രൂപ ഈ ടോൾ പിരിവിലൂടെ സംസ്ഥാനത്ത് തരുന്നുണ്ടോ കേന്ദ്ര സർക്കാർ? 1 രൂപയെങ്കിലും തരുന്നുണ്ടോ? ഇല്ലല്ലോ. കോടിക്കണക്കിന് രൂപയാണല്ലോ 15 വർഷത്തേക്ക് ടോൾ പിരിച്ചെടുക്കുന്നത്. സംസ്ഥാന സർക്കാർ എവിടെയും ടോൾ പിരിക്കുന്നില്ല സംസ്ഥാനത്ത്. പക്ഷേ കേന്ദ്ര സർക്കാർ ടോളിന്റെ പേരിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ശതകോടിക്കണക്കിന് രൂപയ്ക്ക് എന്തെങ്കിലും 1 രൂപയെങ്കിലും, ഒരു നയാ പൈസയെങ്കിലും ഈ സംസ്ഥാനത്തിന് തരുന്നുണ്ടോ? സംസ്ഥാനം 20% മുടക്കിയതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. 5860 കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ ഇത് സംസ്ഥാനം മുടക്കിയതല്ലേ? സംസ്ഥാനം മുടക്കിയ പണത്തിന് ആനുപാതികമായിട്ടെങ്കിലും, അത്രയും മുഴുവനില്ലെങ്കിലും ആനുപാതികമായിട്ട് ഇത്ര സംസ്ഥാനത്തിന്റെ വിഹിതമായി ടോൾ നിന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സൗമനസ്യം പോലും ഈ കേന്ദ്ര സർക്കാർ അതായത് നമുക്കറിയാം, ഈ 2016 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ NHA എന്ന സംവിധാനം പോലും ഇവിടുന്ന് ഒരു ഓഫീസ് പോലും നിർത്തി പോകുന്ന ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ മറ്റു നൂലാമാലകൾ ഇല്ലാതാക്കാൻ വേണ്ടി, അത് തന്നെയാണ് നിതിൻ ഗഡ്കരിയും പറഞ്ഞത്. പിന്നീട് ഈ 25% വിഹിതം വരുമ്പോൾ അത് മറ്റൊരു സ്റ്റേറ്റുകളിൽ പോലും അതില്ല. കാരണം ഇതിൻ്റെ മറ്റ് തടസ്സങ്ങളൊക്കെ നീങ്ങണം. നേരത്തെ നമ്മളെല്ലാവരും മുന്നിലുള്ള യാഥാർത്ഥ്യം ഈ ഭൂമി ഏറ്റെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആ 25% വഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിട്ടുവീഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അത് കിഫ്ബി നോക്കിക്കഴിഞ്ഞാൽ 5860 കോടി ഇതുവരെയുള്ള മുടക്ക്. അപ്പോൾ അവിടേക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതൊന്നും കണ്ടില്ല എന്നൊരു മട്ടിൽ ഏകപക്ഷീയമായിട്ട് അത് പൊളിറ്റിക്കൽ ഗെയിം തന്നെയാണോ അത്? അല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിം നടത്തുന്ന സത്യത്തിൽ CPM-ഉം ഇടതുപക്ഷവും ഈ പിണറായി സർക്കാരുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ 25% എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ വിഹിതത്തിൻ്റെ 25% മാത്രമാണ്, പദ്ധതിയുടേതല്ല.
1,22,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും കൂടി ഇവർ പറഞ്ഞു വരുത്തും. ആകെ പദ്ധതിയുടെ 25% ഞങ്ങൾ മുടക്കിയെന്ന്. അങ്ങനെയല്ല, ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിനോട് കണക്കുകൾ ചോദിക്കുന്ന സമയത്ത് ഇതും കൂടി കൂട്ടിച്ചേർത്താണ് അവർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിൽ ഒരു റോഡ് വികസനം മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ ഈ കേരളത്തിനകത്ത് 7ഓളം പദ്ധതികൾ സത്യത്തിൽ ഇവരെന്ത് ചെയ്തു, ഇപ്പം നേരത്തെ ഇവർ പറഞ്ഞതുപോലെ പേരുകൾ മാറ്റി അത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തി. അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇപ്പോൾ ഏറ്റവും വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എത്ര തരാനുണ്ട്, ഇവർ പല പദ്ധതികളും പറയുന്നുണ്ടല്ലോ. ഈ ജലജീവൻ മിഷൻ അടക്കം നമ്മളുടെ കേന്ദ്രം നൽകുന്ന മറ്റേ ആവാസ് യോജന, ഇങ്ങനെയുള്ള 7ഓളം പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ട് തങ്ങളുടെ പദ്ധതികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നാഴികയ്ക്ക് 40 വട്ടം ഈ കേന്ദ്ര സർക്കാരിനെ മുൾമുലയിൽ നിർത്തുന്നു. പിന്നീട് വികസനം വരുന്ന സമയത്ത് ആ വികസനവും ഞങ്ങളുടെ ക്രെഡിറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴാണ് ജനകീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങളിലേക്ക് ഇവിടുത്തെ ജനങ്ങളും BJP നേതൃത്വമൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, ഈ കേന്ദ്രത്തിനോടുള്ള മനോഭാവം. ഇപ്പോൾ ഒരു ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ പരസ്പര സഹായത്തോടു കൂടിയിട്ടാണ് രണ്ടു കൂട്ടരും പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെ മുൾമുലയിൽ നിർത്തുന്ന പ്രവർത്തനങ്ങളാണ് പദ്ധതികളുടെ പേരിൽ നടത്തുന്നത്. ഇപ്പം നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ അട്ടിമറിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന ആരോഗ്യ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പദ്ധതി. ഈ രാജ്യത്തിലെ 55 കോടി ജനങ്ങൾക്ക് ഗുണഭോക്താക്കളായിട്ടുള്ള പദ്ധതിയാണ്. ഈ കേരളത്തിൽ 50 ലക്ഷം ആളുകളായിരുന്നു അതിന് ഗുണഭോക്താക്കളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായിട്ട് കേന്ദ്രം നൽകുന്ന പണം കൃത്യമായി ഹോസ്പിറ്റലുകൾക്ക് നൽകാത്തതിൻ്റെ പേരിൽ ആ പദ്ധതികളിൽ നിന്ന് പല ഹോസ്പിറ്റലുകളും പിന്മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ലഭ്യമല്ല. അതിന് കാരണക്കാരാണ് ഇടതുപക്ഷമാണ്. അപ്പോൾ വിവിധ പദ്ധതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പേരുമാറ്റലും അതുപോലെ പദ്ധതി വിഹിതങ്ങളും മാറ്റുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വികസനത്തിനാണ് മുൻഗണന നൽകുന്നത്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. കാരണം കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള ബന്ധം വളരെ 20 മിനിറ്റ് കൊണ്ട് ഇപ്പം നമുക്കറിയാം അഴിയൂരെത്താവുന്ന സാഹചര്യമാണ്. മുഴപ്പിലങ്ങാടിൽ നിന്ന് അഴിയൂരെത്താവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കണം, ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തെ തീർച്ചയായും ആ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോൾ അത് ആത്യന്തികമായ ജനങ്ങൾക്ക് ഗുണകരമായ പദ്ധതികളുടെ പൂർത്തീകരണം തന്നെയാണ്. അത് സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും. അവിടെയാണ് ഈ ഫെഡറലിസത്തിന്റെയൊക്കെ വിവക്ഷകൾ, അതിന്റെ ആക്കമൊക്കെ മനസ്സിലാക്കപ്പെടേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. ഒരു പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിൽ പോലും മടങ്ങിയെത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ എം ജയചന്ദ്രൻ, ഈ പാലത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു വടംവലി അതൊരു ഉദാഹരണം. മറ്റ് കാര്യങ്ങൾ നോക്കൂ. കാരണം ഈ മോഡി ഗ്യാരണ്ടി എന്ന ഒരു തലവാചകം അതിന് കൊടുക്കുന്ന പ്രചാരണവും നമുക്കറിയാമല്ലോ, അത് ഏതൊക്കെ തലത്തിലുള്ള പ്രചാരണങ്ങളാണെന്ന്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ, അവിടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി വരുന്ന ക്ഷേമ പദ്ധതികളുണ്ട്, ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്. അവിടേക്ക് ഒരു ഹൈജാക്കിങ് മറ്റെങ്ങും മുൻപെങ്ങും കാണാത്ത നിലയിൽ ഒരു സ്റ്റേറ്റ് സെൻറ്റർ സഹകരണത്തിൻ്റെ ആ ഒരു വിവക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബലി കൊടുക്കേണ്ടി വരുന്നത് പോലും വലിയ ക്ഷേമ പദ്ധതികളാണ്. അതൊക്കെ തന്നെ അതിൻ്റെ വിഹിതങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കേന്ദ്രത്തിൻ്റെ ആ ഒരു ശാഠ്യത്തിന് മുന്നിൽ കേരളം വഴങ്ങാതെ പോകുന്നു. അവിടെ വിഹിതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതൊക്കെ പല ഉദാഹരണങ്ങളാണ്. ഇത് എന്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ്? ഇത് ഭാവിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മറ്റ് ആശങ്കകൾ എന്താണ് സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം? പ്രതീക്ഷ, ഈ മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുമില്ല എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ അത് സംബന്ധിച്ച് എന്താണ് പ്രിന്റുവിന്റെ മറുപടി? അദ്ദേഹം പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. ഇൻഷുറൻസിന്റെ കാര്യം, സംസ്ഥാനത്തിന്റെ കിട്ടാനുള്ളതിലേക്ക് ഇത് ഉൾപ്പെടുത്തും. ഞാൻ പറഞ്ഞതിനല്ല മറുപടി. അതാണ് അങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരജണ്ട. എങ്കിലും അത് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സുപ്രീം കോടതിയിൽ കേരളം എന്ത് പറഞ്ഞാണ് പോയത്? സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് യൂണിയൻ ഗവൺമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ഇടപെടുകയും വേണം. ഇതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. അതുപടി അംഗീകരിച്ചില്ലേ? കൊടുക്കാനുള്ള മര്യാദയ്ക്ക് കൊടുക്കണം, ബാക്കിയുള്ള ചർച്ച ചെയ്ത് വരാൻ പറഞ്ഞു അല്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് BJP നേതാക്കൾ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പറഞ്ഞത്? എന്തെങ്കിലും നടന്നോ? സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വരുന്നത് നിയന്ത്രിക്കാൻ തീരുമാനിക്കാൻ യൂണിയൻ ഗവൺമെന്റിന് അവകാശമില്ല എന്ന് തന്നെ സുപ്രീം കോടതി ഖണ്ഡിതമായി ഉത്തരവിട്ടില്ലേ? ഇതല്ല സംഭവിച്ചത്. അത് നടന്നല്ലോ. ഇത് ബാക്കിയുള്ള കാര്യം വരുന്നേ, ഒരു കാര്യം പിടിച്ചു നോക്കാൻ ഒന്നും കഴിയില്ല. ഞാൻ എന്നോട് തർക്കിക്കാൻ പറയണ്ട. ഇതിലെ സുപ്രീം കോടതി
തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ടെന്നേ. തെറ്റിദ്ധരിപ്പിക്കില്ല ജനങ്ങളെ. താങ്കളുടെ അവസരത്തിൽ ഞാൻ അങ്ങനെ വരുന്നില്ലല്ലോ. കോടതിയായിട്ട് ഉത്തരവിട്ടിട്ട് തിട്ടൂരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വേണ്ടല്ലേ, അത് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കോ? അല്ല, ജനങ്ങൾക്കറിയാം സാർ. തെറ്റിദ്ധരിപ്പിക്കാൻ ഇടപെടേണ്ടത് അല്ലല്ല, ഇടപെടേണ്ടത് ആരാണ്? ആങ്കറാണ്. തെറ്റിദ്ധരിപ്പിക്കേണ്ട ഇടപെടേണ്ട ആങ്കറാണ്. താങ്കളുടെ അവസരത്തിൽ സംസാരിച്ചോളൂ. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. പിന്നെ സുപ്രീം കോടതി ഒബ്സർവർ എന്ന് പറഞ്ഞൊരു SCO എന്നുള്ള സുപ്രീം കോടതിയുടെ സൈറ്റ് ഉണ്ട്. അവിടെ സുപ്രീം കോടതി മാത്രമാണ് അവിടെ വരിക. അവിടെ എത്തി നോക്കിയാൽ മതി. ലൈവിൽ തപ്പിപ്പോകണ്ട. സുപ്രീം കോടതി ഒബ്സർവർ മാത്രം നോക്കിയാൽ മതി. അവിടെ കിടപ്പുണ്ട് എന്താണ് ഉത്തരവ് എന്നുള്ളത്. അത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യവും. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് പിന്നെ കാര്യങ്ങളെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഓരോ ഭരണത്തെയും ഭരണാധികാരത്തെയും ഒക്കെ ഭരണാധികാരികളെയും അടക്കം വിലയിരുത്തുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ ഈ മാഹി ബൈപ്പാസിനെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൽ ആരും റാഞ്ചി കൊണ്ടുപോകാൻ വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി 20% പണം മുടക്കിയതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, നാളെയും പറയില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ എന്താണ് അതിന്റെ വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാവണം. ഇത് അതിന്റെ അകത്ത് ഞാനതാണ് പറഞ്ഞത്, സുരേന്ദ്രൻ പറഞ്ഞതുണ്ട്, നിതിൻ ഗഡ്കരി പറഞ്ഞതുണ്ട്, അതൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. അത് നിൽക്കുമ്പോൾ തന്നെയാണ് ശ്രീ കെ സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ മറിച്ച് പറയുന്നത്. ആരുടെ സ്വന്തം വാചകം. അത് ആവർത്തിക്കാൻ പറ്റുമോ? ഞാൻ ഈ ചർച്ച വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് ആവർത്തിക്കേണ്ടത് വിചാരിച്ചതാണ്. അത് പറയിപ്പിക്കുകയാണല്ലോ. ഗേറ്റ് പൈപ്പ് ലൈനും ദേശീയപാത വികസനവും യാഥാർത്ഥ്യമായാൽ പിണറായി വിജയനെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയായി ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ കെ സുരേന്ദ്രനാണ്. പറഞ്ഞ വാക്ക് പാലിക്കണ്ട അദ്ദേഹം. തീർച്ചയായും. ശ്രീ പ്രിന്റു, അവസാനമായി കുറച്ച് സമയം എടുത്തുകൊണ്ട് മറുപടി പറയണം. പ്രത്യേകിച്ച് എല്ലാം ഹൈജാക്ക് ചെയ്യുന്നു. ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് പോലും അവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെങ്കിലും മാനിച്ചുകൊണ്ട് വെക്കാനുള്ള ഒരു അവകാശം പോലും കൊടുക്കുന്നില്ല BJP, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നാണ് അഭിപ്രായ പ്രകടനങ്ങളായി വരുന്നത്. മറുപടി ചുരുക്കി. അല്ല സാർ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളും നാഷണൽ വൈയുടെ ഉദ്ഘാടനവും ഇപ്പോൾ ഗുരുവായൂർ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ഈ സമയത്തൊക്കെ കേന്ദ്ര സർക്കാരാണ് ഇത് ചെയ്യുന്നത്. ഇവർക്ക് ഇതിൽ സത്യത്തിൽ ഈ എട്ടുകാലി മാമൂഞ്ഞിനെ പോലെ ഇതിൻ്റെയൊക്കെ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമേ നടക്കുള്ളൂ. അത് നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഇത്ര വലിയ റോഡ് വികസനത്തിൻ്റെ ആളുകളാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, കുറ്റിപ്പുറം ടു തൃശ്ശൂർ ഇവിടെ നമ്മുടെ KSTP ആണ് അതിൻ്റെ ഉത്തരവാദിത്വം. 213 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ ഏകദേശം 3 വർഷമായിട്ട് ആ പദ്ധതി ആരംഭിച്ചിട്ട്. അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണെങ്കിൽ, റോഡ് വികസനത്തിൽ ഉൾക്കാഴ്ചയുള്ള ആളുകളാണെങ്കിൽ, റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടാണ് 213 കോടി അനുവദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോഴും തൃശ്ശൂർ ടു കുറ്റിപ്പുറം പാതയിലൂടെ പോകാൻ ഇപ്പോഴും സർവ്വസാധാരണ ജനങ്ങൾ ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണ്. മണിക്കൂറുകളോളം ദേശീയപാത വികസനത്തിന് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണല്ലോ 21% എന്ന ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കേരളം തയ്യാറായത്. അതും മറന്നു പോകരുത് നമ്മൾ. ഭൂമി ഏറ്റെടുക്കൽ ഒരു നമുക്കറിയാമല്ലോ അതിന്റെ പ്രതിസന്ധി. അല്ല, ദുർഘടഘട്ട റോഡ് അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമല്ല സാർ. നോക്കൂ, ഗ്രാമങ്ങളുടെ വികസനം തീർച്ചയായും വികസനം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങൾ വികസനം വരുന്ന സമയം അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാനുള്ള സാഹചര്യം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കും മുഹമ്മദ് റിയാസ്. സത്യത്തിൽ അദ്ദേഹം സംസ്ഥാന പാതകളുണ്ട്, ഇവിടുത്തെ ഗ്രാമീണ പാതകളുണ്ട്, അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ട് അതിൽ അന്തസ്സോട് കൂടിയിട്ട് നിൽക്കുന്നതും കേന്ദ്രം നൽകുന്നതിൽ എട്ടുകാലി മാമൂഞ്ഞ് പറഞ്ഞുകൊണ്ട് ഒരു KSRTC ബസ്സിന്റെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ നിന്നിട്ട് സ്പീക്കറെ കൂട്ടിയിട്ട് രാഷ്ട്രീയ നാടകം നടത്തുന്നതാണ് കേരളത്തിന് വേണ്ടത്. പെട്ടെന്ന് പറയാം. എന്താണെന്നറിയാമോ, ഈ പിന്നെ 1 രൂപ കേരളത്തിന്റെ കേന്ദ്രം എടുത്തുകൊണ്ട് പോകുമ്പോ നമുക്ക് തരുന്നത് വെറും 27 പൈസയാണ്. ബാക്കി കേന്ദ്രം എന്നിട്ട് പറയുന്നത് കേന്ദ്രം ഇങ്ങോട്ട് തന്നൂന്ന്. ഇത് ഞങ്ങളുടെ അവകാശമാണെന്നേ. ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ അവകാശമാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ അവകാശമാണ്. 10 വർഷം കൊണ്ട് 2,25,000 കോടി തന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ. 2,25,000 കോടി. അതിൽ പദ്ധതിയുടെ വിഹിതമാണ് 1,16,000 കോടി. സൗജന്യം എന്ന് പറയണ്ട, കേന്ദ്രം ക്ഷേമത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി നൽകുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പറയല്ലേ?
എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, എന്തായാലും രാഷ്ട്രീയമായിട്ടുള്ള അവകാശവാദങ്ങളും ക്രെഡിറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആകെ ഉള്ള ക്രെഡിറ്റ് അനുഭവിക്കുക, ആ ക്രെഡിറ്റ് ആര് തേടിയാലും എന്തായാലും ഉത്തര മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. അതിഥികൾക്ക് നന്ദി.